അങ്ങനെ എനക്കിപ്പോ ഒരു സ്കൂളിന്റെ മുതലാളിയായിട്ട് ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. പിന്നെ മോള് ദിവസവും നിങ്ങളെ സ്കൂളിൽ വരുമ്പോ ഓക്ക് എന്തോ പോലെ ആരാന്റെ സ്കൂളിൽ പോയി പഠിക്കുന്നു എന്നുള്ള ഒരു പരാതി. അതങ്ങ് തീരട്ടെ. നിങ്ങൾ പറയുന്ന റേറ്റ് ഞാനൊന്നും പറയുന്നില്ല. ആ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലേ ഞാനൊരു 5 CR അഡ്വാൻസ് ഇടാ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പോളായിട്ടായിട്ട് സംസാരിച്ചാൽ മതി. ഓക്കെ. എന്താടാ നീ പറഞ്ഞ കാര്യം പറ. അല്ല, നിങ്ങൾ ആ സ്ഥലം എടുക്കുവാണെങ്കിൽ അതൊരു വലിയൊരു ഉപകാരമാവും എനിക്ക്. മോനെ കണ്ണാ. ഓ എടാ, ഇന്നലെ പരസ്യത്തിൽ കണ്ട പുതിയ കാർ ബുക്ക് ചെയ്താ? അല്ല, അത് പിന്നെ സാറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഷേ, ഇതെന്നീ പറയണ്ടേ. പുതിയൊരു സാധനം ഇറങ്ങി അപ്പടങ്ങ് വാങ്ങിയേക്കോ, അല്ലാണ്ട് വേ നോക്ക്. ഓ നീ എന്നാ പറഞ്ഞേ? അല്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയില് നിങ്ങൾ അതങ്ങ് എടുക്കുവാണെങ്കിൽ എനിക്കതൊരു ഉപകാരം എന്ന് പറയാം. ഇന്നലെ അമ്പലത്തിൽ നിന്ന് അവര് പിരിവിന് വന്നേനു. ഇന്ന് അവരോട് പറയണ്ടേ? ഈ അമ്പലം ചികിത്സയെല്ലാം പറഞ്ഞ എത്ര പൈസ അപ്പൊ കൊടുക്കുക? നീ തൽക്കാലം ഒരു 10 ലക്ഷം റുപ്യ എടുത്ത് കൊടുക്ക്. ഇപ്പൊ അതേ ഉള്ളൂ എന്ന് പറ. പിന്നെ ഞാൻ അതിനൊരു വില കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടത് 2 CR ആണ്. അതിന് എനിക്ക് ഓക്കെ അങ്ങ് നീ അഡ്വാൻസ് വാങ്ങിട്ട് പോട്. വെറുതെ എന്തിനാ ഈ സമയം കളയുന്നത്? അതാ റേറ്റ് വല്ലാണ്ടങ്ങ് കുറഞ്ഞു പോയില്ലേ? ഒരു ചെറിയൊരു പൈസയും കൂടി കയറ്റി വെച്ചിട്ട് നമുക്ക് അതങ്ങ് കച്ചവടമായിക്കൂടെ? അനക്ക് 2 വർത്താനൊന്നുമില്ല, ഒറ്റ വർത്താനേ ഉള്ളൂ. 2 CR ആണെങ്കിൽ ചെയ്യാം, അല്ലെ പിന്നെ ഞാൻ എടുക്കൂല. നിങ്ങൾ എടുക്കൂലെന്ന് പറയലപ്പാ. നീ എന്നെ നിർബന്ധിക്കല? നിർബന്ധിക്കുന്നല്ല, നിങ്ങളങ്ങ് എടുക്ക്. എന്ന് നീ എടുക്കുന്നുണ്ട്, എടുക്ക. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. നീ കേൾക്കുന്നുണ്ടാ? അല്ല, ഒരു 80 റുപ്യേന്റെ കുറവുണ്ട്, അത് നാളെ തന്നാ വയ്യ. കൊണ്ടല്ലോ, നീ പൈസ ഉള്ളത് എടുത്താൽ മതി കേട്ടാ.